എടവണ്ണപ്പാറ സമസ്ത മേഖല കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലിയിൽ സംഘർഷം. ബാനർ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിയിലും പിന്നീട് പോലീസ് ഇടപെടലിലും കലാശിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുക്കാനെത്തിയത്. എടവണ്ണപ്പാറ മേഖല സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി വാലിലാപ്പുഴയിൽ നിന്ന് ആരംഭിച്ച റാലിയിലാണ് ചെറിയ സംഘർഷമുണ്ടായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ എടവണ്ണപ്പാറയിൽ SKSSFൻ്റെ നേതൃത്വത്തിൽ, പഴയ സമസ്തയുടെ നേതൃത്വത്തിൽ ചെയ്തായിരിക്കുന്ന മീലാദ് പരിപാടി, മീലാദ് റാലിയിൽ കുഴപ്പങ്ങളുണ്ടായി, അസ്വസ്ഥതകളുണ്ടായി, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായി. അതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇവിടെ അവിടുത്തെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഖജാഞ്ചി എന്ന് പറയുന്ന ഒരു വ്യക്തി, അവർക്ക് ഖജാഞ്ചി സ്ഥാനം പോലും ഞാൻ ഒഴിഞ്ഞു കൊടുത്തു എങ്കിലും അവർ കുഴപ്പങ്ങളുണ്ടാക്കിയവർ എതിർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുഴപ്പങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് പണിയൊന്നുമില്ല. കരുതി കൂട്ടിയാൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. അതവനിക്ക് എന്ത് സ്ഥാനം കൊടുത്താലും, പ്രസിഡൻറ്റ് സ്ഥാനം കൊടുത്താലും, അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവൻ തുടങ്ങിയാൽ ഉണ്ടായേ പറ്റൂ. അതിനെ ആദ്യമേ കണ്ടുപിടിക്കേണ്ടതാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അതൊന്ന് കേൾക്കും. അത് നടക്കുക, അതിന് ആരാണ് മുന്നിൽ നിൽക്കേണ്ടതെന്ന് പോലീസ് തീരുമാനിച്ചു. എങ്ങനെയാണ് അത് നടത്തേണ്ടതെന്ന് തീരുമാനിച്ചു. സ്വസംഘം കമ്മിറ്റിയുടെ കീഴിൽ അത് നടത്തണമെന്ന് പറഞ്ഞു. സന്തോഷമായി പറഞ്ഞു. വളരെ വേദനയോട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകന്മാരുടെ ആ വേദന കണ്ടപ്പോഴാണ് അതിന്റെ ട്രഷറർ സ്ഥാനം വഹിച്ചിരുന്ന ഞാൻ എണീറ്റ് നിന്ന് പറഞ്ഞത്, എന്റെ ട്രഷറർ സ്ഥാനം ഞാൻ അവർക്ക് നൽകാം, എല്ലാവരും കൂടി നടക്കട്ടെ എന്ന്. വലിയ സന്തോഷത്തോടുകൂടി പുറത്തിറങ്ങി. ഇതിൽപ്പെട്ട ബഹുമാനപ്പെട്ട മമ്മൂദ് ആലിമിയെ അടക്കം വളരെ സന്തോഷത്തോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വളരെ മാന്യമായി പെരുമാറിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അർഹതമായി ഞങ്ങൾ നൽകിയല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഫോട്ടോ എടുത്തു, ദ്വായ ചെയ്തു. ബഹുമാനപ്പെട്ട BSK തങ്ങൾ ദ്വായ എടുത്തു. അതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു ചെയർമാനോ ജനറൽ സെക്രട്ടറിയോ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. ആ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട BSK തങ്ങളുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് അവരൊരാളെ പറഞ്ഞിരുന്നു. പാവമാണ് സഹോദരന്മാരെ, വളരെ പാവമാണ് ഇദ്ദേഹം. നല്ല രീതിയിൽ പോകാൻ ശ്രമിച്ചു. എങ്കിലും അവർ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇത്ര കലക്കി വിടാൻ, ഇത്ര ഒരു നശിപ്പിക്കാൻ, റാലിയെ നശിപ്പിക്കാൻ എവിടെ നിന്നാണ് തുടങ്ങിയത്? അത് സമസ്തയുടെ പേര് നശിപ്പിക്കാൻ എന്തുകൊണ്ട് തുടങ്ങി എന്ന് കണ്ടുപിടിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല, അത്രയ്ക്ക് ചിന്തിച്ചില്ല. എങ്കിലും ഇത് പെട്ടെന്നുണ്ടായ കാര്യമല്ല. ഒരുപാട് സമയങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഇട്ട പ്ലാനിങ്ങാണ്. അത്തരക്കാർക്ക് ഒരു സ്ഥാനവും കൊടുത്ത് കാര്യമില്ല. അത് എവിടെ നിന്നാണ് അവർക്ക് കഷ്ടം കിട്ടിയത് എന്ന് ഇനിയെങ്കിലും കണ്ടുപിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത്ര ചെയ്തിട്ടും ഒത്തൊരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ അവർ ആഴത്തിലുള്ള ഡാമേജ് ഉണ്ടാക്കാനേ ഇവർ പ്രയത്നിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇത് സമസ്തയാണ്. സമസ്ത ഇതുപോലെയുള്ള ഒരു അവസ്ഥക്ക് എത്തേണ്ടതല്ല.
അതും നമ്മൾ ഇവിടെ വിലയിരുത്തേണ്ടത്, നശിപ്പിക്കുന്നവർ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് ഒരു കാര്യവും ഒരു കസാലയും ഇട്ടുകൊടുത്ത് കാര്യമില്ല. അത്തരക്കാരെ ദൂരം വെക്കേണ്ടതാണ്. ദൂരത്ത് വെച്ച് അവരെ നമ്മൾ മുമ്പോട്ട് പോകണം എന്നല്ലാതെ ഇത്തരക്കാരെ അടുപ്പിച്ചാൽ അത് നിങ്ങൾ എപ്പോൾ എല്ലാ ദിവസങ്ങളിലും അത് ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരും. ഈ സ്ഥാപനയെ കൊണ്ട് നടക്കണമെങ്കിൽ, ഈ സ്ഥാപനയെ വളർത്തണമെങ്കിൽ, ഇപ്പോൾ വളർത്തുന്നത് നിർത്തി, വളരുന്നില്ല. വളരുന്നതിപ്പോൾ മറ്റു സ്ഥാപനയാണ്, പുതിയ സമസ്ത. മനസ്സിലാക്കണം, ഇപ്പോൾ വളരുന്നില്ല. ആ വളർന്നത്ര അത്രയെങ്കിലും ഇരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അത് തകരുന്നത് വേണ്ട, അതിൽ പിളർപ്പുണ്ടാകുന്നത് വേണ്ട, ഒന്നും അവിടെ ഉണ്ടാക്കാത്ത രീതിയിൽ ആരാണോ അവിടെ ഡാമേജ് ഉണ്ടാക്കുന്നത് അവരെ അകറ്റി നിർത്തുക. അവരെ അടുപ്പിച്ച് കാര്യമില്ല, അവർക്കൊന്നും കൊടുത്തിട്ടും കാര്യമില്ല. അവർ കൊടുത്തിട്ടും നിങ്ങളെ ആ റാലിയെ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ കൈവിട്ടു പോകും. നമ്മുടെ കയ്യിലുള്ള സ്ഥാപന, നമ്മുടെ കയ്യിലുള്ള സമസ്ത കൈവിട്ടു പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.